എങ്ങനെയുണ്ട്? റെഡ് കളർ നല്ല മുറിഞ്ഞ എല്ലാത്തിനും ഒരു അപ്രാളോ നോക്കി കണ്ടും വേണ്ടി ചെയ്യാനുള്ളത്. തരട്ടായിരുന്നില്ലേ? ഒരു കാര്യം പറയണോണ്ട് നീ വേറെ ഒന്നും വിചാരിക്കില്ല. നിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഫാസിലുണ്ടല്ലോ, അവന് ശകലം ആത്മാർത്ഥതയല്ല. ഉണ്ടെങ്കിൽ അവൻ ഇന്ന് വന്ന് നിന്നെ ഇത്തിരി ആശുപത്രി കൊണ്ടുപോകില്ലേ? വീട്ടിൽ എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ്, എത്ര പരിപാടി മാറ്റി വെച്ചിട്ടാണ് നിന്റെ ഇവിടെ വന്നത്. പക്ഷെ ആ സ്നേഹം നിനക്ക് എന്നെ ഇവിടെ ഇല്ല, അതെനിക്കറിയാം. അത് പറയണ്ട. കണ്ണിന് കുളിർമയുള്ള കാഴ്ച ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. കുഴപ്പമില്ല, വേദന അത് കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ 2 ദിവസം എടുത്ത് കളയാം. ഇടയ്ക്ക് തലവേദനയൊന്നും വരണത് അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ഇത് തട്ടിയൻ്റെയൊക്കെ വീണതിൻ്റെയൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. മരുന്ന് വൃത്തിയായിട്ട് കഴിച്ചോ? ഇനി അത് മുടക്കാൻ നിൽക്കണ്ട. 2 ദിവസം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഇന്നലെ എൻ്റെ കുഞ്ഞ് പേടിച്ചു പോയി. അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരായിരുന്നു, കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആവശ്യം അത് നമ്മൾ കൊണ്ടുപോകണം. മറ്റൊന്ന് പറ്റിച്ചു വേണേ വരാന്ന് പറഞ്ഞിട്ട്. പറ്റിച്ചല്ല അമ്മ, അവന് വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങളല്ലേ? എടി നമ്മളെ പുച്ഛമാണ് അളിയന്. എൻ്റെ അളിയാ, ഇതൊക്കെയാണ് പറയണത്. ഒരു ആവശ്യം വരും ആര് കാണുന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് കൂടുതൽ ആരെയും പുച്ഛിക്കരുത്. അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എടി ചായ എടുക്ക്. എന്നാ ചമ്മന്തി ഒരു ചായ ഇടുക എല്ലാവർക്കും. എന്താ പറഞ്ഞു ഡോക്ടർ? എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അമ്മാവൻ വന്നിരിക്കുന്നു, ഉത്തരവാദിത്തമുള്ള അമ്മാവൻ. തല പൊട്ടിയാന്ന് അന്വേഷിച്ചില്ലല്ലേ? എടാ ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത് ചോദിച്ചു, അപ്പൊ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അവിടെ പണിക്കാരുണ്ടായിരുന്നു ഇന്നലെ, അതാണേ. ശരിയാടാ, എന്നെ വിളിച്ചായിരുന്നു. തക്ലിമോളൂ, അപ്പൊ ഇപ്പൊ മോൾക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് കളിക്കാൻ. നിക്ക് ധൃതി പിടിക്കല്ലേ. ഇതെന്താ എല്ലാവരും അന്തം വിട്ട് നോക്കണ്?